Welcome back, my dear students. We're discussing the life writing of SHAHEEN MISTRI. Let's continue from the page number 90, third paragraph. My father was a banker who has to move cities. Growing up was a whirlwind of 10 schools across 5 countries that spanned for the French, British, American and international school systems. So here she is discussing about her childhood, her education. Her father was a banker, so they have to move from one city to another. അവർക്ക് ഒരു സിറ്റിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരുന്നു, അങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്കൂളുകളിൽ, ഒരുപാട് ഇൻ്റർനാഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ അവർക്ക് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. I began to understand that life was not perfect during my summer vacations. My summers were spent between the orphanage in Jakarta and trips back to Mumbai, where I volunteered at the Happy Home and School for Blind. So later she was understanding about her life, aim of her life. അപ്പോൾ അതിനുശേഷമാണ് അവർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, പഠിക്കാൻ തുടങ്ങുന്നത് അല്ലേ. സമ്മർ വെക്കേഷൻസിൻ്റെ ഇടയിൽ അവരുടെ സമയം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു, ഒരു സ്കൂളിന്, ജാഗ്രതയിലുള്ള ഒരു സ്കൂൾ, ഓർഫനേജ് സ്കൂളിനെ വിസിറ്റ് ചെയ്തുകൊണ്ട് സമയങ്ങൾ ചെലവഴിച്ചിരുന്നു. And trips back to Mumbai were volunteered at the Happy Home and School for the Blind. അപ്പോൾ അതേസമയം സമ്മർ വെക്കേഷൻസിൽ ഈ കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളും അതേപോലെ തന്നെ ഹാപ്പി ഹോം, ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വോളണ്ടിയർ ചെയ്തിരുന്നു. അതായത് അവിടെ സന്നദ്ധ സേവകനായിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളായിട്ട് അവിടെ നിന്നിരുന്നു ഷഹീൻ മിസ്ട്രി. I remember thinking of the beauty you can create when you look beyond and what you can see. The school buzzed with the confident children running up and down staircases or playing cricket on the terrace with a ball that jingled. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ് ദ വ്യൂസ് ഫ്രം ദാറ്റ് ഓർഫനേജ്. ആ ഓർഫനേജിൽ ഷഹീൻ മിസ്ട്രി കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് അവിടെ കുട്ടികളുണ്ടാവും, ഹാപ്പി, അവർക്ക് എന്താണ് ഭാവിയെക്കുറിച്ച് വേവലാതികളൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ അവർ സന്തോഷപൂർണ്ണമായിട്ട് അവിടെ ജീവിക്കുന്നതും, അതേപോലെ തന്നെ ആ കുട്ടികളുടെ ആക്ടിവിറ്റീസ്, താഴേക്കും മുകളിലേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെയും ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കണ്ണ് കാണാത്ത കുട്ടികൾ ഒരു തരം ക്രിക്കറ്റ് കളിക്കും, അതായത് ഒരു ജിങ്കിളുടെ ബോൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് സൗണ്ട് ഉണ്ടാക്കുന്ന ബോൾ, ഒരു കിലുക്ക് പോലെയുള്ള ബോൾ യൂസ് ചെയ്തുകൊണ്ട് അവർ ക്രിക്കറ്റൊക്കെ കളിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഈ ഷഹീൻ മിസ്ട്രി വളരെ വിവിഡായിട്ട്, വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. It was through these summer experiences in India that I began to see the inequity. I'd go from a family bench hunch to the lunch dining hall at the blind school. I'd watch through the window of my air-conditioned car as children would beg in the streets. അപ്പോൾ ഈ സമ്മർ വെക്കേഷൻസിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷഹീൻ മിസ്ട്രിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് വിവിഡായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഐ ബിഗാൻ ടു സീ ഇനിക്വിറ്റി, അതായത് ഇനിക്വാലിറ്റി, ഡിഫറൻസ്, ആളുകൾ മുംബൈയിൽ താമസിക്കുന്ന ആളുകളുടെ ഡിഫറൻസ്. ചിലരെന്തായിരിക്കും വളരെ ഹൈ ലെവൽ മിഡിൽ ക്ലാസ് അല്ല ഹൈ ലെവൽ ക്ലാസ് പീപ്പിൾ ആയിരിക്കും, ചിലർ ലോ ക്ലാസ്, ഈ പറഞ്ഞിട്ടുള്ള പാവപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഇനിക്വിറ്റി, ഡിഫറൻസ് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ഐ വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻഡ് കാർ. താൻ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ കാറിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ ബെഗ് ചെയ്യുന്ന, സ്ട്രീറ്റിൽ, തെരുവുകളിൽ ബെഗ് ചെയ്യുന്ന കുട്ടികളൊക്കെ കാണുകയുണ്ടായി. I'd see piles of wasted food at a friend's party. When I left, I would notice a woman sitting on the side of the road, portioning out all too meager amount of dal and rice for her family. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഫ്രണ്ടിൻ്റെ പാർട്ടി കഴിഞ്ഞിട്ട് ഒരുപാട് പൈൽസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്, ഒരു ഫുഡിൻ്റെ തന്നെ ഒരു വലിയ കൂമ്പാരം വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പാർട്ടിയൊക്കെ പങ്കെടുത്തിട്ട്, അത്രയും ഫുഡ് വേസ്റ്റായി കളഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിയിൽ. ആ പാർട്ടിയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഷഹീൻ മിസ്ട്രി തെരുവിൽ, സ്ട്രീറ്റിലൊരു സൈറ്റ് കാണുന്നത്, ഒരു സീൻ കാണുന്നത്. എന്താണ് അവിടെ വളരെ കുറഞ്ഞ എമൗണ്ട്, മീജർ എമൗണ്ട് എന്നാണ് പറയുന്നത്, ആ ചെറിയ എമൗണ്ട് ഡാൽ കറിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡിൽ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഒരു ഫാമിലി കുറച്ച് ഫുഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നത് ഷഹീൻ മിസ്ട്രി കാണുകയാണ്. I started to see the slums of Mumbai as a fabric of the city. Suddenly they appeared to be everywhere. അപ്പോൾ അങ്ങനെയാണ്, അത്തരത്തിലുള്ള ഫാമിലീസാണ് മുംബൈ ടൗൺ മുഴുവനും എന്നുള്ളത് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയാണ്. കാരണം ഒരു സ്ഥലത്ത് കാണുന്ന കാഴ്ചകൾ തന്നെയാണ് മുംബൈയിലെ എല്ലാ തെരുവുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. I began to notice the disparity that existed in different
people's life. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ആളുകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഡെസ്പാരിറ്റി മീൻസ് ഇനിക്വാലിറ്റി, ഡിഫറൻസ്, അതല്ലെങ്കിൽ ഈക്വൽ അല്ല, ഓരോരുത്തരുടെയും ലൈഫ് ഈക്വൽ അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള യാത്രകൾ, അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളിൽ വെച്ചിട്ടാണ്. It was the summer of 1989. As always, I was on my vacation in India. One of my blistering Mumbai day, my taxi stopped up at traffic signal. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമ്മർ വെക്കേഷനിലാണ്, 1989 ഒരു സമ്മർ വെക്കേഷനിൽ ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ബ്ലിസ്റ്ററിങ് എന്നാണ് പറയുന്നത്, അതായത് അത്രയും വെരി ഹോട്ട്, എക്സ്ട്രീം ഹോട്ടായിട്ടുള്ള ഒരു ഡേ ടൈമിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സി സ്ട്രീറ്റിൽ ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടു. 3 children ran up to my window, smiling and begging, and at that moment I had a flash of introspection. അപ്പോൾ ആ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് ഷഹീൻ മിസ്ത്രി യാത്ര ചെയ്യുന്ന ടാക്സിയുടെ അടുത്തേക്ക് 3 കുട്ടികൾ ചിരിച്ചുകൊണ്ട് വരികയാണ്, ബെഗ് ചെയ്തുകൊണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടികൾ ബെഗ് ചെയ്തുകൊണ്ട്, യാചിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ഷഹീൻ മിസ്ത്രിക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാകുന്നത്. ഇൻട്രോസ്പെക്ഷൻ മീൻസ് സെൽഫ് എക്സാമിനേഷൻ, അതായത് സ്വന്തമായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത് ആ സമയത്താണ്. നത്തിങ് ടു അൺയൂഷ്വൽ ഹാഡ് ഹാപ്പൻഡ്, ബട്ട് ആസ് ഐ ലുക്ക്ഡ് at them, I suddenly knew that my life would have more meaning if I stayed in India. അപ്പോൾ അതിൽ കൂടുതൽ ആ ഒരു സ്വന്തമായിട്ട് കുറച്ച് സ്വന്തം എക്സാമിനേഷൻ, സെൽഫ് എക്സാമിനേഷനൊക്കെ ചിന്തയിൽ വന്നു എന്നുണ്ടെങ്കിലും കൂടുതലൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഷഹീൻ മിസ്ത്രി മനസ്സിലാക്കുന്നുണ്ട്, അതായത് താൻ തൻ്റെ വെക്കേഷൻ കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാവും ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യം ഷഹീൻ മിസ്ത്രി അവിടെ വെച്ചിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടും തോറും ഷഹീൻ മിസ്ത്രിക്ക് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് എഡ്യൂക്കേഷനായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനും ഉള്ള ചിന്ത ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണുന്നത്. In the days that followed, I kept thinking about those kids, and that moment India was answering the search for purpose that I had felt ever since I was a child. I was being challenged to find my identity. I wanted to be a part of making things better for children. I knew them that this country be my country, and whatever I did here could make more of a difference than in the manicured reality of my university life in the States. അപ്പോൾ താൻ സ്റ്റേറ്റ്സിൽ നിന്നുകൊണ്ട്, അതല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് അവിടെ പഠിച്ച് അവിടെ ജീവിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് തൻ്റെ രാജ്യമായിട്ടുള്ള, തൻ്റെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഷഹീൻ മിസ്ത്രിക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതാവും തൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്, അതല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കും ദാൻ ദ മാനിക്യൂർഡ് റിയാലിറ്റി ഓഫ് മൈ യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നുണ്ട്. തൻ്റെ US-ലെ യൂണിവേഴ്സിറ്റി ലൈഫിൽ മാനിക്യൂർഡ് ആയിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക എക്സ്ട്രീം എക്സ്പോഷർ കിട്ടുന്ന ആ യൂണിവേഴ്സിറ്റി ലൈഫിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണ്. തൻ്റെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ബേസ്ഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് ഷഹീൻ മിസ്ത്രി ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the general feelings that culminated in my strong desire to move back to Mumbai. അപ്പോൾ വളരെ ടെൻഷൻ ആയിക്കൊണ്ട് ഈ ഒരു വിഷയം പാരൻസിനെ അറിയിക്കണം അല്ലേ, പാരൻസിനോട് പറയണം, ഐ എം നോട്ട് കമ്മിങ് ബാക്ക് ടു US, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് ടു ബോസ്റ്റൺ എന്നുള്ളത് പറയണം. ഞാൻ തിരിച്ച് സ്റ്റഡീസിലേക്ക്, വിദേശത്തേക്ക് വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യാണ്, മുംബൈയിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് എന്നുള്ളൊരു തീരുമാനം പാരൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഷഹീൻ മിസ്ത്രി തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫീലിങ്സൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കാര്യം പാരൻസിനോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ലിറ്റിൽ ബിറ്റ് നെർവസ് ആണ് ഷഹീൻ മിസ്ത്രി. They listened carefully but advised me, cautioned that living in Mumbai would be vastly different from my current vacation. പാരൻസ് ഷഹീൻ മിസ്ത്രിയെ വാൺ ചെയ്യണം, അതായത് വെക്കേഷൻസ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്ന പോലെയല്ല, ഇന്ത്യയിൽ നിന്നുകൊണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഷഹീൻ മിസ്ത്രിയുടെ പാരൻസ് ഷഹീൻ മിസ്ത്രിയെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. But when I persisted, they agreed on 2 conditions: that I would get admission into a good undergraduate college in the city, and later I would travel abroad for my graduate degree. അപ്പോൾ പാരൻസ് ഒരു നിലക്കും ഷഹീൻ മിസ്ത്രി സമ്മതിച്ചില്ല, തിരിച്ച് US-ലേക്ക് വരാനും ഒരിക്കലും സമ്മതിച്ചില്ല, ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പാരൻസ് 2 കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം അംഗീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കാൻ സമ്മതിച്ചിട്ടുള്ളത് 2 കണ്ടീഷൻസ് മേലാണ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്?
I would get admission into a good undergraduate college in the city. അപ്പോൾ സിറ്റിയിലെ ടൗണിലെ നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അതായത് UG ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിഗ്രി കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടിയെടുക്കണം എങ്ങനെയെങ്കിലും. അതുപോലെ തന്നെ ലേറ്റർ ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട്, PG കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വിദേശത്തേക്ക് വരണം, അബ്രോഡ് പോയിട്ട് പുറത്ത് പോയിട്ട് PG കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസിൽ, ഈ 2 കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഷഹീൻ മിസ്ട്രിയെ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് അവളുടെ പേരൻസ് സമ്മതിക്കുന്നു. The only place I could think to start was St. Xavier's, where my parents had studied. അപ്പോൾ ഇനി ഒരു കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കുക എന്നുള്ളതാണ് ഷഹീൻ മിസ്ട്രിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സെൻറ്റ് സാവിയേഴ്സ് കോളേജാണ്. തൻ്റെ പാരൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള സെൻറ്റ് സാവിയേഴ്സ് തന്നെ ഷഹീൻ മിസ്ട്രി സെലക്ട് ചെയ്യുന്നുണ്ട്. I walked into the crowded college office and asked for an appointment to see the principal. Admissions shut 3 months earlier, I was told, and the principal doesn't give appointments. I stood in the corridor outside the office, choking back frustration. അപ്പോൾ അവിടെ ചെന്നിട്ട് പ്രിൻസിപ്പളെ കാണാൻ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അറിയിക്കുകയാണ് ഷഹീൻ മിസ്ട്രിയോട്, ഇവിടെ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇനി പ്രിൻസിപ്പൾ ആരെയും കാണാൻ റെഡിയല്ല, അപ്പോയിൻമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഷഹീൻ മിസ്ട്രിയെ അറിയിക്കുകയാണ് അഡ്മിഷന് വേണ്ടി പോയ സമയത്ത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫ്രസ്ട്രേഷൻ, അതായത് വളരെ എന്താ പറയുക, ചടപ്പ് ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ നിൽക്കുന്ന സമയത്താണ് എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് വിറ്റ്നസ്ഡ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽസ് അസിസ്റ്റൻറ്റ് ആൻഡ് മീ. She came over and whispered with a wink, "There's a side door to the principal's office. You may want to try that." അപ്പോൾ ഈ പ്രിൻസിപ്പളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഷഹീൻ മിസ്ട്രി അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയുകയാണ്, പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്, അതുവഴി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പളെ ചിലപ്പോൾ കാണാൻ പറ്റും എന്നുള്ളത് ഒരു സീക്രട്ടായിട്ട്, ഒരു രഹസ്യം പറയുന്ന പോലെ അടുത്ത് വന്നിട്ട് ഒരു സ്റ്റുഡൻറ്റ് പറയുന്നുണ്ട് ഷഹീൻ മിസ്ട്രിയോട്. I went straight through the side door. Father de Cruz looked up quizzically and opened his mouth. But before he could say anything, I blurted out what I had rehearsed. അപ്പോൾ അവിടെ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ സ്ട്രൈറ്റ് നാരോ പാസേജിലൂടെ പോയിട്ട് പ്രിൻസിപ്പളെ കാണുന്ന ഒരു സീനാണ്, ഷഹീൻ മിസ്ട്രി കാണുന്ന സീനാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഫാദർ ഡിക്രൂസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ഫാദർ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണെന്ന് തോന്നുന്നു. ഫാദർ ഡിക്രൂസ് എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഷഹീൻ മിസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, ഷഹീൻ മിസ്ട്രി പറയാൻ കരുതി വെച്ചിട്ടുള്ള ബ്ലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് പറയണം, എന്താണ് കാര്യങ്ങളെന്ന് നോക്കാം. Father, my life is in your hands. I want to do something for the children of India. I don't know how. Only that I must. He was curious enough to ask me a few questions at the end of our conversation. And Father thankfully granted me admission to St. Xavier's College. അപ്പോൾ എന്താണ് ഷഹീൻ മിസ്ട്രിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്, എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ഹാവ് ടു ഡു. എനിക്ക് എന്തായാലും ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഫാദറിൻ്റെ സഹായം വേണം, ഫാദർ എനിക്കൊരു അഡ്മിഷൻ തരണം എന്നുള്ള രീതിയിൽ ഷഹീൻ മിസ്ട്രി ഒന്നും ഫാദറിനെ പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു ഒറ്റ വായിൽ തന്നെ അത് പറയുകയും കംപ്ലീറ്റ് ചെയ്യുകയും. അപ്പോൾ ഇത് കേട്ട ശേഷം ഫാദറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടായിരുന്നു, തിരിച്ച് എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ച ശേഷം ഫാദർ എന്ത് ചെയ്തു, ഒരു അഡ്മിഷൻ ഗ്രാൻഡ് ചെയ്തു, ഒരു അഡ്മിഷൻ ഷഹീൻ മിസ്ട്രിക്ക് അഡ്മിറ്റ് ചെയ്തു. ഷഹീൻ മിസ്ട്രി ആ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്ന സീനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. That's all for today. Be happy, be safe. Bye.